ഹായ് ഫ്രണ്ട്സ്, സ്റ്റേറ്റ് ടെക് പവറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഇൻവെർട്ടറിൻ്റെ കംപ്ലയിൻറ്റ് നമ്മൾ സോൾവ് ചെയ്യുകയാണ്. ലൂമിനസ് എന്ന ബ്രാൻഡാണ്. എക്കോ വോൾട്ട് നിയോ 1050 എന്നൊരു മോഡൽ ഇൻവെർട്ടറാണ്. അപ്പം ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് കിട്ടുന്നില്ല എന്നാണ് അവർ പറഞ്ഞത് കസ്റ്റമർ. അപ്പം നമ്മളതനുസരിച്ച് പോയി ചെക്ക് ചെയ്തു. അതിനുശേഷം ഇൻവെർട്ടർ നമ്മൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് സർവീസിന്. അപ്പോൾ ഔട്ട്പുട്ട് കിട്ടാത്തതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ സൈറ്റിൽ ഫ്യൂസ് ഊരി ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫ്യൂസൊക്കെ ഓക്കെയാണ്. പക്ഷേ ഇതിനകത്ത് ഇൻവെർട്ടർ സെക്ഷൻ ഓൾറെഡി വർക്കിംഗ് ആണ്. ഞാൻ ഇൻവെർട്ടർ ഓൺ ചെയ്തു. ബാറ്ററിയിൽ കണക്ട് ചെയ്ത് ഇൻവെർട്ടർ ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇൻവെർട്ടർ ഓൺ ആകുന്നുണ്ട്. അപ്പോൾ അവിടെ ബാറ്ററി ലോ കാണിക്കുന്നുണ്ടായിരുന്നു, പിന്നെ മെയിൻസ് ഡിറ്റക്റ്റ് ചെയ്യുന്നില്ല. ഇത് രണ്ട് കംപ്ലയിൻ്റ് ആണ്. ബാറ്ററി ലോ കാണിക്കുന്നത് മെയിൻസ് ഡിറ്റക്റ്റ് ചെയ്യാത്തതുകൊണ്ട് ബാറ്ററി ചാർജ് ആകുന്നില്ല, അതാണ് കംപ്ലയിൻറ്റ്. ഞാനിവിടെ കൊണ്ടുവന്ന് ബാറ്ററിയിൽ കണക്ട് ചെയ്ത് ഓൺ ചെയ്ത് നോക്കി. അപ്പോൾ ഇൻവെർട്ടർ സെക്ഷൻ ഓക്കെയാണ്, വർക്കിംഗ് ആണ്. ഇനി നമുക്ക് മെയിൻസ് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ മെയിൻസ് വരുന്നില്ല. ഇപ്പം മെയിൻസ് അതുപോലെ ചാർജിങ് ഈ രണ്ടും വരുന്നില്ല. അപ്പോൾ അതിനർത്ഥം മെയിൻസ് ഡിറ്റക്റ്റ് ചെയ്യുന്നില്ല, സെൻസ് ചെയ്യുന്നില്ല. അപ്പോൾ അഴിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് നമുക്ക് ആദ്യം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് ചെക്ക് ചെയ്യേണ്ടത്. കോഡ് വയർ, അത് കഴിഞ്ഞ് ഫ്യൂസ് ചെക്ക് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ കോഡ് വയർ ചെക്ക് ചെയ്തപ്പോൾ ഓക്കെയാണ്. പിന്നെ ഫ്യൂസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫ്യൂസ് ഫ്യൂസ് പോയിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഫ്യൂസ് ഇട്ട് തന്നെ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫ്യൂസ് ഇന്ന് വോൾട്ടേജ് വരുന്നുണ്ട്, AC വോൾട്ടേജ് വരുന്നുണ്ട്, ഫ്യൂസിൻ്റെ ഔട്ട് കിട്ടുന്നില്ല. അപ്പോൾ അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ഫ്യൂസ് ഹോൾഡറുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് ആണ്. ആക്ച്വലി ഈ ഫ്യൂസ് ഹോൾഡറുമായി ബന്ധപ്പെട്ടതല്ല, പക്ഷേ നമ്മൾ ഫ്യൂസ് ഹോൾഡർ ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ആദ്യം ഫ്യൂസിലേക്ക് വരുന്ന ഇൻപുട്ട് അതുപോലെ ഫ്യൂസിൽ നിന്ന് പോകുന്ന ഔട്ട്പുട്ട് രണ്ട് പേർ നമ്മൾ സോൾഡറിങ് അയൺ വെച്ച് റിമൂവ് ചെയ്തു. ആ ഫ്യൂസ് ഹോൾഡർ നമുക്ക് റിമൂവ് ചെയ്യാം. ഫ്യൂസ് ഹോൾഡർ റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് പുതിയ ഫ്യൂസ് ഹോൾഡർ റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് നോസ് പ്ലെയർ എടുത്തിട്ടുണ്ട്. നോസ് പ്ലെയർ വെച്ച് നമുക്ക് നന്നായിട്ട് ലൂസ് ചെയ്യണം. ഇതിനകത്തൊരു നട്ട് ഇട്ടിട്ടുണ്ട്, ത്രെഡ് ടൈപ്പാണ്. അത് നമുക്ക് ഊരിയതിന് ശേഷം ഫ്യൂസ് ഹോൾഡർ ഊരിയെടുക്കാം. അപ്പോൾ ഫ്യൂസ് ഹോൾഡർ ഞാൻ ഊരിയെടുത്തിട്ടുണ്ട്. ഫ്യൂസ് ഹോൾഡർ ഊരിയെടുത്തു. ഇനി നമുക്ക് ഈ ഫ്യൂസ് ഹോൾഡറിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്യൂസ് ഇട്ട് കഴിയുമ്പോൾ ഇതിനകത്ത് നമ്മൾ ഫ്യൂസ് ഇടുന്നുണ്ട്. ഫ്യൂസ് ഇട്ട് കഴിയുമ്പോൾ ഇതിനകത്ത് ഒരു സ്പ്രിങ് ആക്ഷൻ പോലെ വർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ഫ്യൂസ് ഇട്ട് കഴിയുമ്പോൾ ഈ ബാക്കിലോട്ട് ഈ കാണുന്ന ലീഡ് പുറത്തോട്ട് വരണം, പക്ഷേ ഇതിനകത്ത് വരുന്നില്ല. പക്ഷേ ഇതിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ ഫ്യൂസ് ഇതിനകത്ത് പ്രോപ്പറായിട്ട് ടച്ച് ആകുന്നില്ല. ചില സമയത്ത് ജസ്റ്റ് ടച്ച് ആകും, ചില സമയത്ത് ടച്ച് ആകത്തില്ല. ഇത് പ്രോബ്ലം നേരത്തെ ഇതിൻ്റെ ഫ്യൂസ് പോയപ്പോൾ കസ്റ്റമർ തന്നെ ഫ്യൂസ് റീപ്ലേസ് ചെയ്തു. അപ്പോൾ ഫ്യൂസ് റീപ്ലേസ് ചെയ്തെന്ന് പറഞ്ഞാൽ കൃത്യമായ ഫ്യൂസ് അല്ല, അതിൻ്റെ ലെങ്ത്ത് ചെറുതായിപ്പോയി. അവർ റീപ്ലേസ് ചെയ്തപ്പോൾ ആ ഫ്യൂസിൻ്റെ ലെങ്ത്ത് കറക്റ്റ് അല്ലാത്തത് കാരണം ആ ഇട്ട സമയത്ത് ഓക്കെ ആയിരുന്നു, വർക്കിംഗ് ആയിരുന്നു. പക്ഷെ ചില സമയത്ത് ആ ഫ്യൂസ് കറക്റ്റായിട്ട് ഹോൾഡറിനകത്ത് ടച്ച് ആകുന്നില്ല. നമ്മളിപ്പോൾ പുതിയൊരു ഫ്യൂസ് ഹോൾഡർ എടുത്തിട്ടുണ്ട്, നല്ല പുതിയതാണ്. അപ്പം നമ്മളത് പുതിയ ഫ്യൂസ് ഹോൾഡർ തന്നെ ഇട്ട് നല്ല ഫ്യൂസൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പം കൃത്യമായിട്ട് ടെക്നിക്കൽ സൈഡ് അറിയാത്തവർ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് മിസ്റ്റേക്കുകൾ വരും. ഇപ്പം കസ്റ്റമർ തന്നെ ഫ്യൂസ് പോയപ്പം റീപ്ലേസ് ചെയ്തപ്പം സെയിം ലെങ്ത് ഉള്ള ഫ്യൂസിന് പകരം ചെറിയ ഒരു വ്യത്യാസമേ ഉള്ളൂ. നമ്മൾ കാഴ്ചയിൽ സെയിം ആണെന്ന് വിചാരിക്കും, പക്ഷേ ഫ്യൂസും ഇതിനകത്ത് കസ്റ്റമർ ഇട്ട ഫ്യൂസും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. ആ ചെറിയ വ്യത്യാസം ഇതിനകത്ത് വളരെ വലിയ പ്രോബ്ലമാണ്. പ്രോബ്ലം എന്ന് പറഞ്ഞാൽ മെയിൻസ് ഡിറ്റക്റ്റ് ചെയ്യാതെ അവർക്ക് ഔട്ട്പുട്ട് കിട്ടത്തില്ല. ആ ഒരു പ്രോബ്ലത്തിലേക്ക് പോയി. അത് ഇട്ട സമയത്ത് ഔട്ട്പുട്ട് കിട്ടി, ചില സമയത്ത് ടച്ചാകും, ചില സമയത്ത് ടച്ചാകും. പ്രോപ്പറായിട്ടുള്ള കോണ്ടാക്റ്റ് കിട്ടിയിരുന്നില്ല. അപ്പം നല്ല പ്രോപ്പറായിട്ട് ടൈറ്റായിട്ട് കോണ്ടാക്റ്റ് കിട്ടണം. അപ്പം സ്പ്രിങ് ആക്ഷൻ അതിനകത്ത് വെച്ചേക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നല്ല പ്രോപ്പറായിട്ട് കണക്ഷൻ ടൈറ്റായിട്ട് നിൽക്കണം. ലൂസായി കഴിഞ്ഞാലുള്ള പ്രത്യേകത സ്പാർക്കിംഗ് ഉണ്ടാകാനും തീ പിടിക്കാനും വയറിങ്ങൊക്കെ കത്തിപ്പോകാനൊക്കെയുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഈ ലൂസ് കോണ്ടാക്റ്റ് വന്നു കഴിഞ്ഞാൽ. അപ്പം ഞാനിപ്പോൾ ഇതിനകത്ത് പുതിയ ഫ്യൂസ് ഹോൾഡർ ഇടുകയാണ്. പുതിയ ഫ്യൂസ് ഹോൾഡറും അതുപോലെ പുതിയ ലെങ്ത്തുള്ള ഫ്യൂസൊക്കെ ഇട്ട് നമ്മൾ റീപ്ലേസ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത്
ചാർജിങ്, ഡിസ്ചാർജിങ്, അതുപോലെ എല്ലാം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് കസ്റ്റമർക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. പുതിയ ഫ്യൂസ് ഹോൾഡർ ഇടുകയാണ്. പുതിയ ഫ്യൂസ് ഹോൾഡർ നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഫ്ലക്സൊക്കെ അപ്ലൈ ചെയ്ത് സോൾഡർ ചെയ്ത് നല്ല രീതിയിൽ ഫങ്ഷൻ ആകുന്നുണ്ട്. അതിൻ്റെ സ്പ്രിങ് നന്നായിട്ട് മൂവ് ആകുന്നുണ്ട് എന്നൊക്കെ നമ്മൾ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഏത് വർക്ക് ചെയ്താലും അത് നല്ല രീതിയിൽ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ സാധാരണ ചെയ്ത് കൊടുക്കാറുള്ളത്. വർക്കിനകത്തൊന്നും യാതൊരു കംപ്ലൈൻറ്റോ ഒന്നും വരാൻ പാടില്ല. പ്രത്യേകിച്ച് ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകൾ, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ റിലേറ്റഡ് എന്ന് പറയുമ്പോൾ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള അശ്രദ്ധ പോലും വലിയ വിലകൾ ചിലപ്പോൾ നമുക്ക് കൊടുക്കേണ്ടി വരും. വലിയ ചിലവുകളൊക്കെ പിന്നീട് വരാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ വളരെയധികം ശ്രദ്ധയോടെ വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. പുതിയ ഫ്യൂസ് ഹോൾഡർ ഇട്ടിട്ടുണ്ട്. നമുക്ക് പുതിയ ഫ്യൂസ് ഇടണം. അതുപോലെ തന്നെ ജസ്റ്റ് എയറൊക്കെ അടിച്ച് ക്ലീൻ ചെയ്ത് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് ഫൈനലൈസ് ചെയ്ത് വേണം നമുക്ക് കസ്റ്റമർക്ക് സൈറ്റിൽ കൊണ്ടുപോയി റീഇൻസ്റ്റാളേഷൻ ചെയ്ത് കൊടുക്കാൻ. ഇതിനകത്ത് വന്ന പ്രശ്നമെന്ന് പറഞ്ഞാൽ കസ്റ്റമർ തന്നെ ഫ്യൂസ് റീപ്ലേസ് ചെയ്ത് വാങ്ങിച്ചുകൊണ്ട് വന്ന് റീപ്ലേസ് ചെയ്തായിരിക്കാം. പക്ഷേ അതിൻ്റെ ഫ്യൂസിൻ്റെ ലെങ്ത്ത് പ്രോബ്ലം ആയിപ്പോയി. അതുപോലെ തന്നെ അവർക്ക് ടെക്നിക്കലായിട്ടുള്ള അപ്പോൾ വേറൊരാൾ ചെന്ന് ചെക്ക് ചെയ്താലും അവർ ഫ്യൂസ് റിമൂവ് ചെയ്ത് നോക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഫ്യൂസ് റിമൂവ് ചെയ്ത് നോക്കുമ്പോൾ ഫ്യൂസ് പോയിട്ടില്ല. പക്ഷേ ഫ്യൂസ് അകത്ത് പ്രോപ്പറായിട്ട് ടച്ച് ആകുന്നു എന്നറിയണമെങ്കിൽ അതിൻ്റെ കവർ ഓപ്പൺ ചെയ്ത് അകത്ത് ടെസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ അറിയാനും പറ്റത്തുള്ളൂ. അല്ലാതെ ജസ്റ്റ് ഫ്യൂസ് റിമൂവ് ചെയ്ത് നോക്കിയാൽ ഫ്യൂസ് പോയിട്ടില്ല എന്നുള്ളത് വെച്ച് നോക്കുമ്പോൾ കംപ്ലൈൻറ്റ് പെട്ടെന്ന് ഒരാൾക്ക് മനസ്സിലാക്കാനും കഴിയത്തില്ല. നമ്മൾ ഫ്ലെക്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ സോൾഡർ ചെയ്യുകയാണ്. ലെഡ് വെച്ച് നല്ല രീതിയിൽ സോൾഡർ ചെയ്യാം. ആദ്യം നമ്മൾ ഫ്ലെക്സ് വെച്ചതിന് ശേഷം ലെഡ് കുറച്ച് അപ്ലൈ ചെയ്യുക. ലെഡ് അതിലൊക്കെ ആയതിനു ശേഷം വീണ്ടും നമ്മൾ വയർ നന്നായിട്ട് സോൾഡർ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഓൾറെഡി ഇത് ടെസ്റ്റ് ചെയ്യണം നമുക്കതിന് ശേഷം. അതിൻ്റെ ചാർജിങ് എല്ലാ കാര്യങ്ങളും ടെസ്റ്റ് ചെയ്ത് ചാർജിങ്, വോൾട്ടേജ്, എത്ര ആംപിയർ, അതുപോലെ ബാക്കിൽ സെറ്റിങ് ചെയ്യാനുണ്ട്. അതൊക്കെ പ്രോപ്പറാണോ എന്ന് ചെക്ക് ചെയ്യണം. അവർ വെച്ചേക്കുന്ന ട്യൂബ്ലർ ബാറ്ററിയാണ്. അപ്പോൾ ആ ട്യൂബ്ലറിൻ്റെ സെലക്ഷനാണോ കൊടുത്തേക്കുന്നത്, എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യണം. അതിനുശേഷം നമുക്ക് കസ്റ്റമർക്ക് ഹാൻഡ് ഓവർ ചെയ്യണം. ഹാൻഡ് ഓവർ ചെയ്യില്ല, നമ്മൾ തന്നെ കൊണ്ട് റീഇൻസ്റ്റാളേഷൻ ചെയ്ത് കൊടുക്കണം. നമ്മൾ തന്നെ പോയി എടുത്തതാണ്. കംപ്ലൈൻറ്റ് വിളിച്ച് പറഞ്ഞപ്പോൾ സൈറ്റിൽ പോയി എടുക്കണമെന്നാണ്. അപ്പം സോൾഡർ ചെയ്യാം. സോൾഡറിങ്ങും വളരെ പ്രോപ്പറായിട്ട് സോൾഡർ ചെയ്യണം. സോൾഡറിങ്ങിൽ ഇപ്പം പ്രത്യേകിച്ച് ഹൈ വോൾട്ടേജ് കേസുകളിൽ സോൾഡറിങ്ങിനകത്ത് ഷാർപ്പായിട്ടുള്ളൊരു പോയിൻ്റ് വരാൻ പാടില്ല. അത് ചെറിയ വോൾട്ടേജിനൊന്നും പ്രശ്നമല്ല. ചെറിയ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ 230 വോൾട്ടേജ് കേസിലൊന്നും അത് വലിയ വിഷയമല്ല. പക്ഷേ ഹൈ വോൾട്ടേജ് കേസുകളിലൊക്കെ നമ്മൾ സോൾഡർ ചെയ്യുന്ന ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഷാർപ്പ്നെസ് ഉണ്ടാകാൻ പാടില്ല. നമ്മൾ സോൾഡർ ചെയ്യുന്ന പോയിൻറ്റിൽ ഷാർപ്പായിട്ട് സോൾഡറിങ് ചെയ്തേക്കുന്ന ലെഡ് നിൽക്കാൻ പാടില്ല. ബബിൾ ഷേപ്പ് ആയിരിക്കണം. നമുക്ക് 230 വോൾട്ടേജിൻ്റെ കേസല്ല ഞാൻ പറയുന്നത്, ഹൈ വോൾട്ടേജ് കേസ്. ഹൈ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ ഹൈ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ സോൾഡർ ചെയ്യുന്ന കേസാണ് ഞാൻ പറയുന്നത്. ഞാൻ അങ്ങനെയുള്ള കമ്പനികളിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരുപാട് തിയറിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ട ട്രെയിനിങ് ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ കാര്യങ്ങൾ ഇതിനകത്ത് ഓർപ്പിച്ചത്. അപ്പോൾ അതേ കാര്യമാണ് ഞാൻ എൻ്റെ എല്ലാ കിട്ടിയ ട്രെയിനിങ്ങിനനുസരിച്ചൊക്കെയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യാൻ കൂടുതൽ ശ്രമിക്കാറുള്ളത്. അപ്പോൾ സോൾഡറിങ് ചെയ്യുമ്പോൾ ചെറിയ വോൾട്ടേജ്, ഇപ്പം 230 വോൾട്ടേജിനൊന്നും വലിയ വിഷയമില്ലെങ്കിലും ഞാൻ അതിനകത്തും ഈ ഒരു രീതികളൊക്കെ പ്രോപ്പർ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. നമ്മൾ ഷാർപ്പായിട്ട് നിൽക്കുന്ന രീതിയിൽ സോൾഡർ ചെയ്യരുത്, ബബിളായിട്ട് നിൽക്കണം. ജസ്റ്റ് ഷാർപ്പ്നെസ് വരുമ്പോൾ അവിടെ സ്പാർക്കിങ് പോലത്തെയുള്ള അവിടെ ആർക്കിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പം ക്രിയേറ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ബബിൾ ഷേപ്പിൽ സോൾഡർ ചെയ്തിട്ടാണെന്നാണ് പറയുന്നത്. ഓൾറെഡി നമ്മൾ സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കാം, മെയിൻസ് ഡിറ്റക്റ്റ് ചെയ്യുന്നു എന്ന് നോക്കാം. അതിനുശേഷം സോൾഡറിങ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് IPA ഉപയോഗിച്ചോ അല്ലെങ്കിൽ ടിന്നർ ഉപയോഗിച്ചോ സോൾഡർ ചെയ്ത പോയിൻറ്റുകൾ നമ്മൾ
ബ്രഷ് വെച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് കൊടുക്കണം. നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് നല്ല നീറ്റാക്കി എടുക്കുക എന്നാണ് അടുത്ത സ്റ്റെപ്പ്. അത് നമ്മൾ ചെയ്യുകയാണ്. ഒരു ബ്രഷ് എടുക്കുക, IP സ്പ്രേ ചെയ്യുക, അല്ലെങ്കിൽ തിന്നർ യൂസ് ചെയ്യുക. ഞാൻ കൂടുതലും IP യൂസ് ചെയ്യാറുണ്ട്, തിന്നർ യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ രണ്ടും ഏതാണോ നമുക്ക് രണ്ടും നമുക്ക് യൂസ് ചെയ്യാം, ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. യൂസ് ചെയ്ത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തു. ഇനി നമുക്ക് മെയിൻസ് കണക്ട് ചെയ്യാം. മെയിൻസ് കണക്ട് ചെയ്ത് നേരത്തെ ഡിറ്റക്റ്റ് ചെയ്യുന്നില്ലായിരുന്നു, മെയിൻസ് ഡിറ്റക്റ്റ് ചെയ്യുന്നില്ലായിരുന്നു. അപ്പം നമുക്കിനിയും മെയിൻസ് ഡിറ്റക്റ്റ് ചെയ്യുന്നു എന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് ആദ്യം ഫ്യൂസ് ഇടണം. നമുക്കൊരു ഫ്യൂസ് ഇടാം, നല്ലൊരു ഫ്യൂസ്. ഇത് 1 kV ആണ്. അപ്പം നമുക്ക് 10 ആംപിയറിൻ്റെ ഒരു ഫ്യൂസ് ഇട്ട് കൊടുത്താൽ മതി. മാക്സിമം 10 ആംപിയറിൻ്റെ ഫ്യൂസ് മതിയാവും. നമുക്ക് 10 ആംപിയറിൻ്റെ ഫ്യൂസാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇതുണ്ട്, ഞാൻ ഫ്യൂസ് ഇട്ട് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ബാക്കിലോട്ട് മൂവ് ആയതുകൊണ്ടോ, അങ്ങനെ മൂവ് ആകണം. അങ്ങനെ മൂവ് ആകും കഴിഞ്ഞാൽ അർത്ഥം അത് നന്നായിട്ട് ടൈറ്റായിട്ട് നിൽക്കുകയാണെന്നാണ് എന്നർത്ഥം. ആ രീതിയിൽ വേണം ഫ്യൂസ് അതിനകത്ത് കോണ്ടാക്റ്റിൽ കിടക്കാൻ. നേരത്തെ ഉണ്ടായിരുന്ന ഫ്യൂസ് അതിനകത്ത് കിടന്നു കഴിഞ്ഞാൽ ടച്ച് ആകുന്നില്ലായിരുന്നു. ചില സമയത്ത് അങ്ങനെ ടച്ച് ചെയ്തു എന്നുള്ളതല്ലാതെ നേരത്തെ ടച്ച് ആകുന്നില്ലായിരുന്നു. നമ്മൾ മെയിൻസ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇൻവെർട്ടർ ഞാൻ ഓൺ ചെയ്യുകയാണ്. ഇൻവെർട്ടർ സെക്ഷൻ ഓക്കെ, ആദ്യമേ ഓക്കെ ആയിരുന്നു. ഇൻവെർട്ടർ ഓണാണ്. ബൾബ് ഞാൻ ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം മെയിൻസ് നമുക്ക് ഓൺ ചെയ്യാം. മെയിൻസ് ഓൺ ചെയ്തു. മെയിൻസ് ഓക്കെ ആയിട്ടുണ്ട്. ചാർജിങ് ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ചാർജിങ് ആംപിയറൊക്കെ ഞാൻ ചെക്ക് ചെയ്യുന്നത് കാണിക്കുന്നില്ല, കാരണം ഒരുപാട് വീഡിയോസിൽ ഞാൻ അതിൻ്റെ ടെസ്റ്റിങ്ങുകൾ, ചാർജിങ് ആംപിയർ, അതുപോലെ വോൾട്ടേജ് എല്ലാം മീറ്ററുകൾ വെച്ച് കാണിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കാത്തത് വീഡിയോ ലെങ്ത് ആകുന്നതുകൊണ്ടാണ്. അപ്പോൾ അതെല്ലാം ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഫൈനലായിട്ട് നമ്മൾ എയർ വെച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം ആ കസ്റ്റമറെ ഹാൻഡ് ഓവർ ചെയ്യാൻ. അപ്പോൾ ഈ ചാനൽ ഒരുപാട് ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമാണെങ്കിൽ കാണാം. നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാം. പിന്നെ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് ചാനൽ അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യണം. കാരണം നിങ്ങൾ ഡിസ്ലൈക്കാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിങ്ങളുടെ ലൈക്കാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മാർഗ്ഗങ്ങൾ. അപ്പോൾ നിങ്ങൾ ആ രീതികളിലൊക്കെ നിങ്ങൾ ചെയ്ത് സപ്പോർട്ട് ചെയ്താട്ടെ. അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.